രജിൻ, ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ വലിയ സമ്മർദ്ദം കെ സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ, ദേശീയ നേതൃത്വത്തിന് മുന്നിലൊക്കെ ഉയർത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒരു വേള തൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി വലിയ ഭീഷണി ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിന് മേൽ ഒരുപക്ഷെ കെ സുധാകരൻ പ്രയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ പിന്നീട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന അവസാനത്തെ തീരുമാനം എന്ന് പറയുന്നത് കെ സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല. അപ്പോൾ കെ സുധാകരൻ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണാൻ പോകുകയാണ്. മാത്രവുമല്ല, രണ്ടാം ഘട്ട ലിസ്റ്റ് അല്പസമയത്തിനകം തന്നെ AICC പുറത്തുവിടുമെന്ന വാർത്തകളും പുറത്തു വരുന്നു. ഈ ഘട്ടത്തിൽ സുധാകരന്റെ സമ്മർദ്ദം പാർട്ടി അതിജീവിച്ചോ? രാജൻ, നോക്കൂ, ഇതിനകത്ത് ഒരു സമ്മർദ്ദം എന്നുള്ള പദം തന്നെ അതിനകത്ത് അപ്രത്യക്ഷമായ വേണ്ടാത്തൊരു പദമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിപ്രായമുള്ള ഒരു പാർട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പല സാഹചര്യങ്ങളിലും, അത് ഇന്നും ഇന്നലെ അല്ലെ ഏത് സാഹചര്യങ്ങളിലും കോൺഗ്രസുമായി ജനാധിപത്യ ബോധമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തൊട്ടേ ഉള്ള കാര്യമാണ്. ആ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ അന്തിമമായ സ്ഥാനാർത്ഥി പട്ടിക വരാൻ പോകുന്നത്. ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക വന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉടനെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക മുന്നിലേക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട വർക്കുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിനകത്ത് കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾ, അതായത് അഭിപ്രായം പറയുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അഭിപ്രായം പറയുവാനും അത് സ്വീകരിക്കുവാനും അത് കണക്കിലെടുക്കുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ PR വർക്കിന്റെ ഭാഗമായിട്ടും മാധ്യമ സിൻഡിക്കേറ്റുകൾ എടുക്കുന്ന അഭിപ്രായങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ കെട്ടി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അതുപോലെയുള്ള നേതാക്കന്മാർ ഒക്കെ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ അകത്ത് ചിലർക്ക് സീറ്റ് കിട്ടിയില്ലെന്നിരിക്കാം, ചിലർക്ക് സീറ്റ് കിട്ടിയെന്നിരിക്കാം. എങ്ങനെ വന്നാലും കോൺഗ്രസിന്റെ ദൗത്യം എന്താണ്, UDFന്റെ ദൗത്യം എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ഈ തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ ഗവൺമെന്റിന്റെ ഈ പറയുന്ന കൊള്ളയും കൊള്ളവപ്പും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വിലയിരുത്തലുകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം. അങ്ങനെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് കുറച്ച് താമസം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ വരുന്ന സ്ഥാനാർത്ഥികൾ അത്രത്തോളം ജനങ്ങൾക്ക് യോജിച്ച് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കേരളക്കരയിൽ യോജിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോയി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത്. ബാക്കി എല്ലാ ചർച്ചകളും ഈ പറയുന്ന അതായത് രജൻ പറഞ്ഞു വരുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന വലിയ നേതാവിനെ, ആ നേതാവിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കേണ്ടതില്ല എന്നാണോ രജൻ പറഞ്ഞു വരുന്നത്? ഒന്ന്, വലിയ സമ്മർദ്ദം മണിക്കൂറുകൾക്ക് മുമ്പ് കെ സുധാകരൻ ഉയർത്തിവിട്ടു. സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു, പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു. അപ്പോൾ കണ്ണൂരിൽ കോൺഗ്രസിനെ അടിമുടി പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കെ സുധാകരൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ AK ആന്റണി അടക്കമുള്ള നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ എല്ലാവരും വലിയ തോതിൽ ഇടപെടൽ നടത്തി, സുധാകരനെ അനുനയിപ്പിക്കാൻ ചില നീക്കങ്ങൾ നടത്തി. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കടുത്ത നിലപാട്, ആ എതിർപ്പ് മുഖവിലക്കെടുക്കാതെ ഹൈക്കമാൻഡിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് കെ സുധാകരൻ അകത്തേക്കോ പുറത്തേക്കോ എന്ന ഒരു വലിയ ചോദ്യത്തിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കെ സുധാകരനെ പോലെ ഒരു നേതാവിന്റെ വികാരങ്ങളെ കണക്കിലെടുക്കാതെയൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നായോ? ഒരിക്കലുമല്ല. കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. മുൻ KPCC പ്രസിഡന്റാണ് അദ്ദേഹം. കണ്ണൂരിൽ പാർട്ടി ഉണ്ടാക്കുവാൻ, പാർട്ടിയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി അദ്ദേഹം ത്യാഗോത്തരമായി നടത്തിയ പ്രവർത്തനങ്ങൾ, അവിടുത്തെ പ്രവർത്തകർക്കൊപ്പം തന്നെ കേരളക്കരയിലെ എല്ലാ പ്രവർത്തകരും വിലയിരുത്തുന്നതുമാണ്. അതുപോലെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതുമാണ്. അങ്ങനെ അംഗീകരിച്ചു പോകാനുള്ള കഴിവും തന്റേടവുമുള്ള കോൺഗ്രസിന്റെ നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വാർത്തകളല്ലേ, വാർത്തകൾ സൃഷ്ടിക്കുന്നതും ഈ വാർത്തകൾ മുന്നോട്ട് വെക്കുന്നതൊക്കെ PR-ന്റെ ഭാഗം എന്ന് എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി പെരുമ്പാവൂരിൽ പ്രകടനം നടന്നത് PR വർക്കിന്റെ ഭാഗമാണോ? അത് മാധ്യമ സിൻഡിക്കേറ്റാണോ തീരുമാനിച്ചത്? അലോഷ്യസ് സേവിയർ രാജിക്കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായത് PR വർക്കാണോ?
എവിടെയാണ് അലോഷ്യസ് സേവ്യർ രാജിക്കത്ത് നൽകിയത്? അലോഷ്യസ് സേവ്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ എടുത്ത് പരിശോധിച്ചു. അലോഷ്യസ് സേവ്യറിന്റെ രാജിക്കത്ത് മാധ്യമങ്ങൾക്ക് ലഭിച്ചതാണ്. അലോഷ്യസ് സേവ്യർ ആ രാജിക്കത്ത് തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് നൽകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ നിലപാടെടുക്കരുത്. കാരണം കൃത്യമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്, മുന്നണിക്കകത്തുണ്ട്. ആ പ്രശ്നങ്ങൾ അതുപോലെ നിലനിൽക്കുകയും ചെയ്യുകയാണ് രാജൻ. ഇതിനകത്ത് ഇപ്പൊ തന്നെ ഈ അലോഷ്യസ് സേവ്യറിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അലോഷ്യസ് സേവ്യർ ആർക്കാണ് ഈ പറയുന്ന എന്താ രാജിക്കത്ത് കൊടുത്തു എന്ന് പറയുന്നത്? ആർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്? ശരി, അങ്ങക്ക് അതാണ് ഇക്കാര്യത്തിലുള്ള നിലപാട്.